ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. പ്രമുഖ നടന്മാർക്കെതിരെ വരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നുവെങ്കിലും പലരും കുറ്റവാളികളുടെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ചുരുക്കം ചിലർ മാത്രമാണ് കുറ്റവാളികളുടെ പേരുകൾ ധൈര്യത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നത്. എന്നാൽ മറ്റു ചിലർ കുറ്റവാളികളെ പ്രമുഖനെന്നും ഇരയാക്കപ്പെട്ടവരെ പ്രമുഖിയെന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പ്രമുഖ നടി മൊഴി നൽകിയത് ഇങ്ങനെ: തന്റെ കണ്ണിൽ അങ്ങനെയുള്ള ദുരനുഭവങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുമായിരുന്നു ആ പ്രമുഖ നടി മൊഴി നൽകിയത്. ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതോടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു പ്രമുഖ നടി മഞ്ജു വാര്യർ അകപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടക്കുന്നതായി കണ്ടിട്ടില്ല എന്ന് മൊഴി നൽകിയ നടിക്ക് ഇന്ന് സിനിമയിൽ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ നടി മഞ്ജു വാര്യർ തന്നെ ആയിരിക്കുമെന്ന് പലരും ഉറച്ചു വിശ്വസിച്ചത്. ഇങ്ങനെയൊരു മൊഴി നൽകിയത് അവസരങ്ങൾ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഭയത്താലാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മഞ്ജു വാര്യരുടെ ആരാധകരെല്ലാവരും ഉറപ്പിച്ച് പറയുന്നത് ഈ നടി മഞ്ജു വാര്യർ ആയിരിക്കില്ല എന്നാണ്. കാരണം മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. താരം ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യില്ല എന്നാണ് ആരാധകരെല്ലാവരും ഉറപ്പിച്ചു പറയുന്നത്. എന്തിനാണ് മഞ്ജു വാര്യരെ കുറ്റം പറയുന്നത്? താരത്തെ കുറ്റം പറയാൻ എന്ത് തെളിവുകളാണ് ഉള്ളത് എന്നും ആരാധകർ തിരക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെയൊരു മൊഴി നൽകിയത് മഞ്ജു വാര്യർ ആണെങ്കിൽ താരം തീർച്ചയായിട്ടും അനുഭവിക്കണം എന്നും ചുരുക്കം ചിലർ പറയുന്നുണ്ട്. എന്നാൽ മലയാളികളെല്ലാവരും വിശ്വസിക്കുന്നത് ആ നടി മഞ്ജു ആയിരിക്കില്ല എന്നാണ്. കാരണം ഈ അടുത്തായി താരത്തിൻ്റെതായി പുറത്തിറങ്ങുന്ന ഫൂട്ടേജ് എന്ന സിനിമ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന് മഞ്ജു തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതും റിലീസിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. കാരണം പലരും സിനിമയ്ക്ക് വരുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കൂടെയാണ്. അങ്ങനെ എല്ലാവരും വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയല്ല എന്ന് മഞ്ജു തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്ത മഞ്ജു ഒരിക്കലും അങ്ങനെ ഒരു മൊഴി നൽകില്ല എന്നാണ് ആരാധകർ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യർ ഒരിക്കലും അങ്ങനെ ഒരു മൊഴി നൽകില്ല എന്നും പറയുന്നുണ്ട്. കാരണം മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തിനാണ് അങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. മഞ്ജു വാര്യർ അങ്ങനെ ഒരു മൊഴി നൽകിയതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.